എന്തൊക്കെയുണ്ട് ജയശങ്കർ സാറേ? സുഖം തന്നെയല്ലേ? അല്ലെങ്കിൽ സാറിനെന്താ സുഖത്തിനൊരു കുറവ്? ബന്ധുക്കള് സ്വാമിയൊക്കെ ആയിട്ട് സുഖിച്ചങ്ങ് കഴിയുമല്ലേ? സുഖത്തിനിടയ്ക്ക് ഞാൻ കേറി വരാൻ പാടില്ലാത്തതാ. എന്ത് ചെയ്യാനാ, എന്റെ ജോലി ഇതായി പോയില്ലേ സാറേ? അപ്പൊ എങ്ങനാ, എന്നൊഴിയും? എന്ത്? ഈ വീടേ ഒഴിയാം. എപ്പോ? സമയാവട്ടെ. അതെപ്പോഴാ? തന്ന അവധികളൊക്കെ കഴിഞ്ഞല്ലോ. ഇനി തരാൻ എന്റെ കയ്യിൽ അവധിയില്ല. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ വരും. കൂടെ കൈമളും ഉണ്ടാവും. ആ താക്കോൽ എനിക്ക് തന്നിട്ട് സന്തോഷത്തോടെ പിരിയാം. പിന്നെ സാറിന് സാറിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്തു പറയുന്നു? നിനക്ക് തരാനുള്ള കാശുണ്ടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാ ഞാൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കട ഞാൻ തീർക്കും. ഇനി കടമൊന്നും തീർക്കണ്ട. അതൊന്നും സാറിനെ കൊണ്ട് ഇനി കൂട്ടിയാ കൂടില്ല. എത്രയോ നാളായി സാർ അതിനു വേണ്ടി ശ്രമിക്കുന്നു. വല്ലതും നടന്നോ? ഇത്രയും കാലം കൊണ്ട് നടക്കാത്തത് ഇനി നടക്കുന്നു പറയുമ്പോ അത് കേട്ട് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഈ തങ്കച്ചി. 2 ദിവസം, അതിൽ കൂടുതൽ ഞാൻ തരില്ല. നിങ്ങളോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. മുമ്പേ ഒഴിയാൻ പറ്റിയ അത്രയും നല്ലത്. ഞാൻ ഈ വീട് ഏറ്റെടുത്താ പിന്നെ ഒറ്റ എണ്ണത്തിന് ഈ പഠിക്കാത്തേക്ക് കയറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ 2 ദിവസം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അതൊക്കെ എനിക്കാ. പിന്നെ ഒരു സാധനവും ഇതിനകത്ത് നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അത് ന്യായാണോ മേഡം? ന്യായമാണ്. എന്റെ ഒരു രീതി അങ്ങനെയാ സ്വാമി. മുന്നറിയിപ്പ് തരാതിരുന്നില്ലല്ലോ. 2 ദിവസത്തെ സമയമുണ്ട്. മാറ്റാനുള്ളതൊക്കെ മാറ്റാം. പിന്നെ എന്നോട് തർക്കത്തിനൊന്നും വരരുത്. വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കൈമളിന് പണിയാവും. പട്ടേരിയെ പോലെ അല്ല കൈമള്. ആളിത്തിരി പെശക. അപ്പോ ഇറങ്ങട്ടെ. 2 ദിവസം കഴിഞ്ഞ് കാണാം. തൃപ്തിയായല്ലോ. നല്ലൊരു വീടാ നഷ്ടപ്പെടാൻ പോകുന്നത്. ഒന്നും നഷ്ടപ്പെടില്ല. ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ? ഇങ്ങേരുടെ വാക്ക് വിശ്വസിച്ചോണ്ടിരുന്നാലേ നമ്മൾ പെട്ടുപോവേ ഉള്ളൂ. ഹലോ മാമ. നീ ഇതെവിടെയാ? ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ? എന്തു പറ്റി മാമ? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? തങ്കച്ചി അടുത്ത് തന്നെ ഈ വീടങ്ങ് ഒഴിപ്പിക്കും. ഓ, ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാ എങ്ങോട്ട് പോവും? മാമയ്ക്ക് ഞാനല്ലേ മാമ. ഞാൻ നോക്കും മാമേ. അവിടെ താമസിക്കുന്നതിനേക്കാൾ നല്ല അന്തസ്സായി മാമയ്ക്ക് എൻ്റെ കൂടെ കഴിയാൻ പറ്റും. ആ പ്രതീക്ഷയിലാ ഞാൻ നിൽക്കുന്നേ. അവസാനം വാക്ക് മാറ്റരുത്. അതോർത്ത് മമ്മ പേടിക്കണ്ട. മമ്മ എന്തായാലും പെരുവഴി കിടക്കേണ്ടി വരില്ല. ഉറപ്പാണോ? എന്റെ മമ്മ ഉറപ്പ്. എന്നാ തങ്കച്ചി ഒഴിയാൻ പറഞ്ഞിരിക്കുന്നേ? 2 ദിവസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ ജയശങ്കറിനെ ഫൈറ്റ് ചെയ്തൂടെ? നിയമപരമായിട്ട് നീങ്ങാലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അങ്ങേര് കേക്കുവോ? കേക്കും. ആ സ്വാമി പറഞ്ഞ ആ സ്വാമി ഇട്ട് പറയേയില്ല.
എന്തെങ്കിലും ആവട്ടെ, കയ്യിലിരിപ്പ് നന്നാവണം, ഇല്ലെങ്കിലേ ഇങ്ങനൊക്കെ സംഭവിക്കും. മമ്മ വിഷമിക്കണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. മമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്നാ ശരി മോനെ, ഞാൻ വിളിച്ചോളാം. ശരി ശരി മമ്മ, ബൈ. ഒന്ന് നിന്നേ. നിന്റെ മോൻ എന്ത് പറഞ്ഞു? രക്ഷിക്കാമെന്ന് വാക്ക് തന്നു? ഞാൻ അവന്റെ അമ്മയല്ലേ, എനിക്കൊരു ദോഷവും വരാതെ നോക്കേണ്ട ബാധ്യത അവനില്ലേ? നിന്റെ മോന്റെ മഹത്വം ഒന്നും നീ എന്നോട് പറയണ്ട. മറ്റാരേക്കാൾ കൂടുതൽ അവന് നന്നായി അറിയുന്നവനെ ഞാൻ. അവനാണോ ഈ കടം മുഴുവൻ വരുത്തി വെച്ചത്? അവനാണോ തങ്കച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്? അല്ല, എല്ലാം ചെയ്തത് ഞാൻ ഒറ്റ ഒരുത്തനാ. വേറെ ആരുടെയും മുതലൊന്നും അല്ലല്ലോ ഞാൻ നശിപ്പിക്കുന്നത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാ. അതിലാർക്കും തിണ്ണമൊന്നും വേണ്ട. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. ചെയ്തു. അവസാനേ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ല. ആ, സ്വാമി ഉണ്ടാവും. സ്വാമി ഉള്ളിടത്തോളം കാലം എനിക്ക് ആ പേടിയില്ല കാഞ്ചനെ. മറ്റാരും എന്നെ നോക്കിയില്ലെങ്കിലും സ്വാമി എൻ്റെ കൂടെ ഉണ്ടാവും. നോക്കും നോക്കും. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നോക്കട്ടെ, അപ്പൊ കാണാം സ്വാമിയുടെ ഒക്കെ തനി നിറം. നിങ്ങൾ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും രക്തബന്ധത്തോളം വരില്ല ഒരു കർമ്മബന്ധവും. അത് തിരിച്ചറിഞ്ഞ അവനവന് കൊള്ളാം. രക്തബന്ധം, കാൽ കാശിന് പ്രയോജനമില്ലാത്ത ആ ബന്ധം കൊണ്ട് എനിക്കെന്താ കാര്യം? സ്വാമി കൂടെ ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനുണ്ടാവും സാറിൻ്റെ കൂടെ. പ്രോപ്പർട്ടി വിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ വില കൊണ്ട് ഇങ്ങോട്ട് ഒത്തുവരില്ല. ചിലപ്പോൾ അവസാന നിമിഷം കച്ചവടം നടന്നേക്കാം. എന്തായാലും 2 ദിവസം ഉണ്ടല്ലോ നമ്മളെ മുന്നിൽ. എന്തെങ്കിലും ഒരു വഴി തെളിയും. എന്തുകൊണ്ടായിരിക്കും ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കെണി ഉണ്ടായിരിക്കും, അതുറപ്പാ. പക്ഷെ എന്തായിരിക്കും അത്? അതെന്ത് വേണേലും ആയിക്കോട്ടെ മോളെ, ഞാനതിന് തയ്യാറൊന്നും അല്ലല്ലോ. മോളെ, എന്റെ അഭിപ്രായം മോള് തയ്യാറാകണമെന്നാ. എന്റെ ഇല്ല, എനിക്കതിന് കഴിയില്ല. എന്നെ ആരും അതിനെ നിർബന്ധിക്കാൻ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഏട്ടത്തിയുടെ സമ്മതമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ശരത്ത. അവനെ വീഴ്ത്തണം. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. ഓരോ തവണ സിദ്ധുവും മറ്റുള്ളവരൊക്കെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ സുധേട്ടൻ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുക ശരത്തിനോട് പ്രതികാരം ചെയ്യണമെന്ന്. അത് കഴിഞ്ഞു മതി മറ്റെന്തൊന്ന്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശരത്തിന് എന്തുകൊണ്ടാ ഈ വീടിനോടും ഇവിടെ ഉള്ളവരോടും ഇത്ര പകയെന്ന്? അവന്റെ ലക്ഷ്യം മോളല്ലേ? ആ അതെ, അതല്ലേ കാരണം. ആണെന്നാണ് ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അല്ലാന്നിപ്പോ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. നടേശൻ സാറിന്റെ മരണം ഒരു കൊലപാതകമാണെന്നും അതിന്റെ പിന്നിൽ ശരത്ത് ഉണ്ടാവുമെന്നും ഞാൻ സംശയിച്ചിരുന്നു. അത് സത്യമാണെങ്കിൽ അവനൊരു കോൾഡ് ബ്ലഡഡ് ക്രിമിനലാ. നടേശൻ സാറിനെ കൊല്ലാനും മാത്രമുള്ള ദേഷ്യം ശരത്തിനുണ്ടോ? അതാ ഞാൻ പറഞ്ഞതച്ഛ, അവൻ നമ്മൾ ഈ കാണുന്ന ആളെ അല്ലാന്ന്.